ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ ആരംഭിക്കുക? അനീഷ, അല്പസമയം മുമ്പാണ് സാബുവിന്റെ മൃതദേഹം കട്ടപ്പനയിൽ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിൽ ഉള്ളിൽ മൃതദേഹം കയറ്റി വീട്ടിലെ ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ പൊതുദർശനത്തിനായി വീടിന് മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആളുകൾ എത്തിയിരിക്കുന്നത്. ഈ കട്ടപ്പനയിൽ ഈ വീടിനോട് ഇദ്ദേഹം താമസിക്കുന്ന ഈ വാടക വീടിനോട് ചേർന്ന് തന്നെ റോഡ് സൈഡിലായിട്ടാണ് ഇദ്ദേഹത്തിന് വ്യാപാര സ്ഥാപനം ഉണ്ടായിരുന്നത്. ഈ നാട്ടുകാരുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു സാബു. വ്യാപാരിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ദിനം പ്രതി വന്ന് കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും പറയാനുള്ള കാര്യം അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖം തന്നെയാണ്. എല്ലാവരും സൗമനസ്യത്തോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി, ആരോടും പരിഭവമില്ലാതെ, ആരോടും പ്രത്യേകിച്ച് പിണക്കങ്ങളില്ലാതെ എല്ലാവരുമായിട്ടും സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമ എന്ന് തന്നെയാണ് എല്ലാവരും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യവിധി ചേർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറോളം ഇവിടെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നു. അതിനുശേഷം ഒരു 3 മണിക്ക് ശേഷമായിരിക്കും 3:30 പള്ളിയിലേക്ക് കൊണ്ടുപോകുക. തൊട്ടടുത്ത കട്ടപ്പന സെന്റ് ജോർജ് പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരടക്കം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു മനസ്സിലെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇങ്ങനെയൊരു നിമിഷം ആർക്കും സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ആരും മനസ്സിൽ പോലും കണ്ടതല്ല. കാരണം അത്തരത്തിലൊരു നിലപാടോ ചിന്തകളോ ഉണ്ടായിരുന്ന ഒരാളല്ല. പെട്ടെന്നുണ്ടായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിഷമം, അത്രമാത്രം മനസ്സിൽ തട്ടിയ ഒരു വിഷമം, അതുകൊണ്ടായി അതിനിടയിലായിരിക്കും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം ഒരു സ്ഥലം വാങ്ങിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ കുത്തിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചത്. അത് ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപ ആ ബാങ്കിൽ ഉണ്ടായിരുന്നു. പലപ്പോഴായി പണം അതിൽ പിൻവലിക്കുകയും പിന്നീട് 30 ലക്ഷം രൂപ വീണ്ടും ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഏതാണ്ട് 15 ലക്ഷം രൂപ ഇനി തിരികെ ലഭിക്കാനുണ്ടായിരുന്നു. ആ തിരികെ ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കുന്നതിനായി പലതവണ ബാങ്കിൽ ചെന്ന് സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം അടക്കം കഴിഞ്ഞിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ നമ്മോട് പറഞ്ഞതാണ്, ബാങ്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ്, അത് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അവർ പറയുന്നത് നമുക്ക് അംഗീകരിക്കാം, അതായത് ശ്രവണ വ്യവസ്ഥയിൽ പണം തരുകാം എന്നുള്ള ഒരു ഉപാധി ബാങ്ക് അധികൃതർ വെച്ചപ്പോൾ അത് സമ്മതിച്ചു പോകുന്ന ആളുകൾ കൂടിയാണ്. പക്ഷേ പെട്ടെന്നൊരു പൈസയുടെ ആവശ്യം വന്നു. അതായത് കാലങ്ങളായി അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സാബുവിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യ മേരിക്കുട്ടി ആശുപത്രിയിലേക്ക് ചികിത്സയായി പോയിരുന്നു. ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു. അവരെ ഡിസ്ചാർജ് ചെയ്യേണ്ടത് ഇന്നലെയായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് അവസാന വട്ട ആശ്രയം എന്ന നിലയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ ബാങ്കിലേക്ക് എത്തുന്നത്. ബാങ്കിൽ സമീപിച്ചപ്പോൾ ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന്, ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തൃപ്തികരമായിട്ടുള്ള ഒരു ഇടപെടലല്ല ഉണ്ടായത്. അതായത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അത്തരത്തിലൊരു നീക്കമാണ് സാബുവിനെ മാനസികമായി തളർത്തിയത് എന്നാണ് ബന്ധുക്കളടക്കമുള്ളവർ പറയുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിലും അത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 3 ജീവനക്കാർ തന്നെ നിരാശനാക്കി. അവരുടെ ഭാഗത്തുനിന്ന് മാന്യമായ പെരുമാറ്റമല്ല ഉണ്ടായത്. അത് മാനസികമായി അത് തളർത്തുകയും ചെയ്തു. ഇക്കാര്യം പറയുന്നതിനായാണ് ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും CPM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയുമായ സജിയെ ഫോൺ വിളിക്കുന്നത്. സജിയുമായി സംസാരത്തിനിടയിലും ഇത്തരത്തിൽ നിരാശാജനകമായിട്ടുള്ള മറുപടികളാണ് ലഭിച്ചത്. അതായത് ഈ സാബു ആണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, സാബു ജീവനക്കാരെ മർദ്ദിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി, അത് താനല്ല, താൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, തന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, എന്താണ് എന്നുള്ളത് വസ്തുത അറിയാതെ പ്രതികരിക്കരുതെന്ന് ഉൾപ്പെടെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇക്കാര്യത്തിലൊന്നും ഒരു തീരുമാനത്തിലേക്ക് നിൽക്കാതെയോ അല്ലെങ്കിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ വരുന്നതിന് പകരം ഭീഷണിയുടെ സ്വരമാണ് ഈ സംസാരത്തിലെല്ലാം ഉണ്ടായത്. പെട്ടെന്നുണ്ടായ ഒരു ചുറ്റുപാടിൽ നിന്ന്, പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് വരെ ഇത്തരത്തിലൊരു പ്രകോപനപരമായ സംസാരം ഉണ്ടായപ്പോൾ സാബുവിനെ തളർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങി. അതിനുശേഷമാണ് പലതവണ ആ സംസാരത്തിൽ ആവർത്തിച്ച് സാബു വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്, താൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ബാങ്കിലും സമീപത്തെ കടകളിലുമെല്ലാം CCTV-കളുണ്ട്, ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങൾ വ്യക്തത വരുന്നതായിരിക്കും എന്നുള്ള അടക്കം ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും
CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ്. നിലവിൽ ഇത് കാലങ്ങളായി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ബാങ്കായിരുന്നു. അതിനുശേഷം ആ സമയത്തും സാബുവിന് ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് വെച്ചാൽ അന്നൊക്കെ കൃത്യമായി പണം നൽകിയിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. പക്ഷെ അടുത്തിടെയാണ് ഈ സാമ്പത്തിക ഇടപാടുകളിൽ തടസ്സം നേരിട്ട് തുടങ്ങിയത്. അത് രൂക്ഷമായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് വരികയും ചെയ്തത്. എന്തായാലും ആശ്രയമാകേണ്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിരാശാജനകമായിട്ടുള്ള ഒരു മറുപടികൾ സംസാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ മറ്റ് തുടർ നടപടികൾ നടത്താനുള്ള തീരുമാനത്തിലാണ് കുടുംബാംഗങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ഈ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പായി തന്നെ കേസെടുക്കുകയോ മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യുമെന്ന പോലീസിൽ ഉറപ്പ് കൂടി ഉണ്ടായിരുന്നു. അതിന് മുന്നോടിപ്പ് ഈ മൃതദേഹം ഇവിടെ എത്തിക്കുന്നതിന് മുമ്പായി തന്നെ പോലീസ് ഇവിടെ എത്തിയിരുന്നു. ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ജീവനക്കാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. ഈ സംസാരം നടത്തിയ ഏരിയ സെക്രട്ടറിയുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ അന്വേഷണം നടത്തുമ്പോൾ ഏതെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും എന്ന ഉറപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി പ്രതിഷേധത്തിലേക്കൊന്ന് കടക്കാനുള്ള സാധ്യത ഒന്നും നിലവിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇതിനെന്തെങ്കിലും രീതിയിൽ നിലപാടുകളിൽ വ്യത്യാസം വന്നാൽ ഒരുപക്ഷെ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഇവിടെ പൊതുദർശനം നടക്കുകയാണ്, പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. അതിനുശേഷം പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം അവിടെ സംസ്കാര ചടങ്ങുകൾ, അവസാനപ്പെട്ട സംസ്കാര ചടങ്ങുകളും നടക്കും. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്കും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ മുതലെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം അന്ത്യമിഴത്തോരവികലമോദം നുകരാൻ വരെ ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ 3 മണിയോടുകൂടി ആരംഭിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു സിജോ.